നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഓർക്കുന്നുണ്ടോ സഞ്ജീവ് ഗോയങ്കെ LSGയുടെ അന്നത്തെ ക്യാപ്റ്റനായിരുന്ന KL രാഹുലിനോട് ക്ഷുഭിതനായി ചില കാര്യങ്ങൾ പറഞ്ഞു. അന്നത് വലിയ രൂപത്തിൽ വൈറലായി. ഇപ്പോഴിതാ വീണ്ടും അത്തരത്തിലൊരു സംഭാഷണം വലിയ രൂപത്തിൽ ചർച്ചയായി മാറുകയാണ്. അതിൽ ഇന്നലത്തെ കളി എല്ലാവരും കണ്ടു. LSGയുടെ ഭാഗത്തു നിന്ന് മികച്ചൊരു പെർഫോമൻസ് അല്ല. ക്യാപ്റ്റൻ ഋഷഭ് പന്ത് 7 റൺസ് എടുത്ത് റണ്ണൗട്ടാവുന്ന കാഴ്ച കണ്ടു. ഒരു 141 റൺസ് അവരടിച്ചത്. DC അനായാസം അടിച്ചെടുത്തു. അനായാസം എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ അവർക്ക് വിക്കറ്റ് പോയിട്ടുണ്ട്. പക്ഷെ പിന്നെ 26-4 എന്ന നിലയിൽ കൈ കിട്ടിയിട്ട് അത് പിടിച്ചടക്കാൻ പന്തിനും സംഘത്തിനും പറ്റിയില്ല. കളി കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ളൊരു സംഭാഷണം കൂടി കാണുമ്പോൾ ആരാധകർ അത് വെച്ച് വലിയ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കളി തോറ്റു കഴിഞ്ഞാൽ ഇയാൾ ബോസ്ഗിരി പുറത്തെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളാണ് അധികവും. സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ വിശ്വാസയോഗ്യമായിട്ടുള്ള സോഴ്സുകളിൽ നമുക്ക് എടുക്കാൻ പറ്റും. ടൈംസ് ഓഫ് ഇന്ത്യ ചില റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. അതിൽ ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് ഇങ്ങനെ ഉള്ള ഒരു സംസാരം കളിക്ക് ശേഷം സംഭവിച്ചിട്ടുണ്ട്. അതിൽ സഞ്ജീവ് ഗോയങ്കെ പന്തുമായിട്ട് സംസാരിക്കുന്നു. ഹെഡ് കോച്ച് ജസ്റ്റിൻ ലാംഗർ ആ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ മനസ്സിലാക്കണം, നോ ഓഡിയോ വാസ് അവൈലബിൾ. ഈ വീഡിയോയുടെ ഒരു ഓഡിയോയും അവൈലബിൾ അല്ല. ദി വിഷ്വൽ സജസ്റ്റഡ് ആൻഡ് ഇൻറ്റൻസ് എക്സ്ചേഞ്ച് ആൻഡ് ദി ക്ലിപ്പ് ക്വിക്ക്ലി ഗെയിൻഡ് അട്രാക്ഷൻ അക്രോസ് സോഷ്യൽ മീഡിയ. അതാണ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ എന്ത് സംസാരിച്ചു എന്നുള്ളൂ ആർക്കും ഒരു വ്യക്തതയില്ല. കാരണം ഓഡിയോ അവൈലബിൾ അല്ല. നമ്മുടെ ഫാൻ ഫൈറ്റിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. അതിൻ്റെ ഓഡിയോ എന്താ പറഞ്ഞതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ബോഡി ലാംഗ്വേജും ജെസ്റ്ററും മറ്റ് സംസാര രീതിയും ഒക്കെ വരുമ്പോൾ ഇതൊരു ഹീറ്റഡ് എക്സ്ചേഞ്ച് ആണ് എന്നൊരു ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു ഇൻറ്റൻസ് എക്സ്ചേഞ്ച് ആണ് നടന്നത് എന്നുള്ള ഫീലിംഗ് തന്നെയാണുള്ളത്. അതെന്തെന്നുള്ളത് ഇനി കണ്ടറിയേണ്ട കാര്യമുണ്ട്. പക്ഷേ ഇതിലുള്ള ചോദ്യം, ഒരു ടീമിൻ്റെ പെർഫോമൻസ് മോശമാകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. ഇപ്പം ഓണേഴ്സിനൊക്കെ ആ ഡ്രസ്സിംഗ് റൂമിലോ മറ്റെവിടെയെങ്കിലും പോയിട്ട് പറയുക. ഈ ബ്രോഡ്കാസ്റ്റേഴ്സിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ്, അതെല്ലാവരും ഫിലിം ചെയ്യപ്പെടുമ്പോഴാണ് വലിയ ഇഷ്യൂ ആയിട്ട് മാറുക. കാരണം കളി തോറ്റു കഴിഞ്ഞാൽ ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ദേഷ്യപ്പെടുക, ഇതൊന്നും പ്രൊഫഷണൽ രീതിയല്ലല്ലോ. അദ്ദേഹം ദേഷ്യപ്പെട്ടെന്നോ ഇൻസൾട്ട് ചെയ്തെന്നോ ഒരു തെളിവും എവിടെയില്ല. അത് വേറെ കാര്യം. സംസാരിച്ചത് മാത്രമാണ് എല്ലാവരും കണ്ടിട്ടുള്ളൂ. എന്ത് പറഞ്ഞു എന്നുള്ളത് വ്യക്തതയും ഇല്ലാത്ത കാര്യമാണ്. അതുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇത് പറയുന്നത്. ഇത്തരം ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഒഴിവാക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ക്യാമറക്കണ്ണിന് മുന്നിൽ നിന്ന് ഇത്തരം ചർച്ചകൾ ഒഴിവാക്കുകയും മാറി ഡ്രസ്സിംഗ് റൂമിലും മറ്റുമൊക്കെ പോയി സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏതായാലും ഇതിൽ അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പ്രതികരണം വന്നിട്ടുണ്ട്. അത് ഈ വിഷയത്തിലെന്നല്ല, കളിക്ക് ശേഷം. അല്ല, അദ്ദേഹം പറയുന്നു ഇതൊരു ലോങ് സീസണാണ്. സഞ്ജീവ് ഗോയങ്കെ പറയുകയാണ് ഇതൊരു ലോങ് സീസണാണ്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള മൊമെൻറ്റ്സ് നമ്മൾ സംതിങ് മീനിങ് ഫുൾ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. ഇത്തരത്തിലുള്ള മൊമെൻറ്റ്സ് ഉണ്ടാവും. എനിക്ക് നമ്മുടെ ക്യാപ്റ്റനിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്, ടീമിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അവർ ആ സ്ട്രെങ്ത് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ഫാൻസ്, അവരോട് പറയാനുള്ളത്, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് അറ്റ് എഗ്ന ടുഡേ. വി വിൽ കം ബാക്ക് സ്ട്രോങ്ങർ. ദി സ്റ്റോറി ഓഫ് ലക്നൗ ദിസ് സീസൺ ഈസ് എ ഫാർ ഫ്രം റിട്ടേൺ എന്നുകൂടി അദ്ദേഹം അതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പോസിറ്റീവായിട്ട് തന്നെയാണ് ഇതിലൊക്കെ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഒരു കളി തോൽക്കുമ്പോഴേക്കും ക്യാപ്റ്റനിൽ എനിക്ക് വിശ്വാസമുണ്ട്, ടീമിൽ വിശ്വാസമുണ്ട് എന്നൊക്കെ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? അത് തുടരെ തോക്കുമ്പോഴല്ലേ അതിനൊക്കെ കാര്യമുള്ളൂ. നമ്മൾ എത്ര കണ്ടിരിക്കുന്നു, 5-6 കളിയൊക്കെ തോറ്റ്. ഏത് ക്രിക്കറ്റ് അല്ലെങ്കിൽ പോലും നമ്മൾ കാണുന്നില്ലേ? എന്നിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല. കളിയാകുമ്പോൾ ചെയ്യാൻ തോൽവിയൊക്കെ ഉണ്ടാവും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.